എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ പുത്രദാ ഏകാദശിയാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി, സന്താന ലാഭത്തിനും വേണ്ടിയിട്ട്, മക്കൾ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല ജോലി കിട്ടാനാവട്ടെ, നല്ല വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാവട്ടെ, എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാനാവട്ടെ, ആയുസ്സും ആരോഗ്യം ഉണ്ടാവാനാവട്ടെ, അങ്ങനെയുള്ള സകലമാന കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏകാദശി വ്രതം നോൽക്കുന്നത്. തീർച്ചയായിട്ടും നോൽക്കാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വ്രതം നോൽക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെയൊക്കെ ആഗ്രഹം അവർ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളരണം, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം, എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാവണം, ആയുസ്സോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്നൊക്കെയാണല്ലോ നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വ്രതം അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളും ഇന്നത്തെ കാലത്ത് പലർക്കും ഉണ്ടാവും. അപ്പോൾ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമൊക്കെ നോൽക്കുക. വ്രതം നോൽക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. അപ്പോൾ അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വ്രതം നോൽക്കുക. നമ്മുടെ തൊട്ടടുത്ത് വൈഷ്ണവാദി ക്ഷേത്രങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ധാരാളമായിട്ട് നാമം ജപിക്കുക. ഭഗവാന്റെ വിഷ്ണു നാമങ്ങൾ ധാരാളമായിട്ട്, നമുക്കറിയുന്ന എല്ലാ നാമങ്ങളും ജപിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ധാരാളം നാമം ജപിക്കുക. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലോണം ഭഗവാനെ വിളിച്ചോളൂ. ഭഗവാൻ എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളും നടത്തി തരും. ഭഗവാനെ അങ്ങോട്ട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയേ വേണ്ടൂ, ഭഗവാൻ എല്ലാം നടത്തി തന്നോളും. അതുപോലെ തന്നെ നാളെ സ്ഥിരമായിട്ട് നമ്മൾ അന്ന് ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഈശ്വരാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജപിക്കേണ്ട നാമങ്ങളെക്കുറിച്ച്. അത് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. സന്താന ഗോപാലം, ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത എന്നുള്ള നാമം സ്ഥിരമായിട്ട് ജപിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഈ നാമം നാളെ ധാരാളമായിട്ട് ജപിച്ചോളൂ. മക്കളുടെ എല്ലാവിധ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ നാമം അവനവനെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ എത്ര പ്രാവശ്യം ചെല്ലാമോ അത്രയും പ്രാവശ്യം നാമം ജപിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എല്ലാ മക്കളും ഏറ്റവും നല്ലവരായി വളരട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ മക്കൾക്കും, എല്ലാ കുടുംബങ്ങളിലെയും എല്ലാ കുട്ടികൾക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.